Hello friends, welcome back to my channel. എല്ലാവർക്കും ടെക് ബ്ലോഗിലേക്ക് നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് റിയൽമി 5നെ കുറിച്ചാണ്. അപ്പോൾ റിയൽമി 5 ഇറങ്ങിയിട്ട് ഇപ്പോൾ കുറേ നാളുകളായി, പക്ഷേ ഇതുവരെ ഓൺലൈൻ ഷോപ്പിങ്ങിലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഇന്നാണ് വന്നത്. അപ്പോൾ ഞാൻ റിയൽമി 5നെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, റിയൽമി 5 എന്ന് പറഞ്ഞാൽ ആകെ രണ്ട് വേരിയൻറ്റിലെ കളറിൻ്റെ വേരിയൻ്റ് അനുസരിച്ച് ആകെ രണ്ടെണ്ണുള്ളൂ. റിയൽമി 5ൻ്റെ ബാക്കൊക്കെ നോക്കുകയാണെങ്കിൽ ക്രിസ്റ്റൽ രൂപത്തിലാണ്. അപ്പോൾ അവർ അങ്ങനെ പേരിട്ടെങ്ങനെ ക്രിസ്റ്റൽ ബ്ലൂ, ക്രിസ്റ്റൽ പർപ്പിളാണ്. അങ്ങനെ രണ്ട് രീതിയുള്ളൂ. അതാണ് ക്രിസ്റ്റൽ ബ്ലൂവും ക്രിസ്റ്റൽ പർപ്പിളും. പിന്നെ റാമിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ 3GB റാമുണ്ട്, 3GB റാമുണ്ട്, 4GB റാമുണ്ട്. പക്ഷേ ഇൻറ്റേർണൽ അനുസരിച്ച് വേറെ മാറ്റങ്ങളുണ്ട്. ആദ്യം 4GB റാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4GB റാമും 64GB ഇൻറ്റേർണലും, പിന്നെ 4GB റാമും 128GB ഇൻറ്റേർണലും അങ്ങനെ വരുന്നുണ്ട്. പിന്നെ വന്നത് 3GB റാമാണ്. 3GB റാമും 32GB ഇൻറ്റേർണലായിട്ടാണ് വന്നത്. പിന്നെ 64GB ഇൻറ്റേർണലും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ളതാണ്. പിന്നെ 6GB റാമില്ല, 3ഉം 4ഉം മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ രീതിയിലാണ് വന്നത്. 3GB റാമിൻ്റെ വിലയാണെങ്കിൽ 10,000 രൂപയാണ്, എന്ന് വെച്ചാൽ 10,000 രൂപയാണ്. പിന്നെ 4GB റാമാകുമ്പോൾ ഇത്തിരി കൂടെ വില കൂടും, 12,000 വരും. 4GB റാമും 64GB ഇൻറ്റേർണലാകുമ്പോൾ 11 രൂപ. അങ്ങനെ വില വ്യത്യാസം ഉണ്ടാവും. പിന്നെ പറയാനുള്ളത്, സ്നാപ്ഡ്രാഗൺ 665 ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പ്രൊപ്പിൾ ക്യാമറയാണ്. ഒരു 10,000 രൂപ ഒരു പ്രൊപ്പിൾ ക്യാമറ ഉള്ള ഫോണൊക്കെ കിട്ടുമെന്ന് വെച്ചാൽ അത് സൂപ്പറാണ്. ഒരു കാശ് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ബാറ്ററി ബാക്കപ്പാണ്. അപ്പം ഞാൻ എൻ്റെ റിയൽമി 3 Pro ആണ് ഞാൻ എടുത്തത്. ഒരു മാസമായി. അപ്പോൾ ഒരു മാസത്തിനുള്ളിൽ എനിക്ക് തോന്നിയത് 4000 mAh ബാറ്ററി ഉള്ളൂ, 4050 mAh ബാറ്ററി. പക്ഷേ 5 ഇറങ്ങിയപ്പോൾ 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരുന്നത്. 5000 mAh ബാറ്ററി അതെന്ന് വെച്ചാൽ വളരെ സൂപ്പറാണ്. ഒരു രക്ഷയില്ലാത്ത ബാറ്ററി ബാക്കപ്പാണ്. പിന്നെ ബാക്ക് ക്യാമറയിലോട്ട് വീണ്ടും വരികയാണെങ്കിൽ 12+, 8+, 2+2 എന്ന വൈൽഡ് ആംഗിൾ ക്യാമറയാണ്. അൾട്രാ സ്ലോ മോഷൻ ക്യാമറയാണ്. ഒരു രക്ഷയില്ല, ഒരു ഹെവി സാധനമാണ്. പിന്നെ ഡിസ്പ്ലേ 6.5 ഇഞ്ച് ഡിസ്പ്ലേ. ഫ്രണ്ട് ക്യാമറ ആണെങ്കിൽ 13 മെഗാപിക്സലാണ്. 13. അപ്പോൾ എല്ലാ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് എല്ലാം സെയിമാണ്. ആകെ വ്യത്യാസം ഉള്ളതെന്ന് വെച്ചാൽ റാമിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നും കുഴപ്പമൊന്നുമില്ല. ബാക്കി എല്ലാ ബാറ്ററി ആവട്ടെ, ക്യാമറ ആവട്ടെ, സ്നാപ്ഡ്രാഗൺ 65 ആവട്ടെ, എല്ലാം ഒരേപോലെയാണ്. റാമിൻ്റെയും ഇൻറ്റേർണൽ സ്റ്റോറേജിൻ്റെയും വ്യത്യാസം മാത്രമേ ഉള്ളൂ. സൂപ്പർ നല്ല കലക്കം ഫോണാണ്, ഒരു രക്ഷയില്ല. നല്ല കലക്കം ഫോണാണ്. നമ്മുടെ ബഡ്ജറ്റിൻ്റെ ഫോണാണ്. നമുക്ക് 10,000 രൂപയ്ക്ക് 9,000 രൂപയ്ക്ക് നല്ല കലക്കനായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ഫോണാണ്. ഒരു രക്ഷയില്ലാത്ത ഫോണാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഇത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലണി അയക്കാൻ നിൽക്കുക. പിന്നെ അടുത്ത വീഡിയോ കാണുന്നവർ.